സുഹൃത്തുക്കളെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ വേറൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കൊണ്ടുവന്നു. ആദ്യം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബൈ ഇലക്ഷനിൽ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപം. ഭാവിയിലേക്ക് ഒരുപാട് നിക്ഷേപിച്ചതൊക്കെ അവസാനം അവൻ തന്നെ കലക്കി കളഞ്ഞു. അങ്ങനെ അവന് ഇപ്പോൾ ഈ പ്രാവശ്യം സീറ്റില്ല. അടുത്ത നിക്ഷേപം കൊണ്ടുവന്നതാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു പ്രശോഭ് വത്സൻ്റെ ഒരുപാട് ഓഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ആയിട്ട് വിട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ വീഡിയോയിൽ നിന്നുള്ളത് എടുത്തിട്ടിരുന്നു. അത് പിന്നീട് മെറ്റ റിമൂവ് ചെയ്തു, അത് ഫേസ്ബുക്കിൽ നിന്ന്. ഇവർ റിപ്പോർട്ട് അടിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി, കുഴപ്പമില്ല. അത് എത്രയിടത്തൊക്കെ എത്തിയിട്ടില്ല, സ്പ്രെഡ് ചെയ്തു. ആദ്യം പുറത്ത് വിടുന്ന ഞാനാണ്, ആദ്യം ഈ സാധനങ്ങൾ കിട്ടിയത് ഞാനാണ്. ഇപ്പോൾ ഒരേ ഇരിയൊന്നുമല്ല, വേറെ ഒരു പെൺകുട്ടിയുണ്ട്. അതും ചെറിയ പെൺകുട്ടിയാണ്. ഞാൻ ചെറുതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതും കെണിപ്പെടുത്തിയതാണ്. ഇവൻ്റെ സ്ഥിര സ്ഥലം ഒന്ന് കാറാണ്. അതാണ് കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് മണിയറയാക്കാനുള്ള സാധനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഓരോരുത്തരെ കെണിപ്പെടുത്തുക. പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അനാഥത്വം അനുഭവിക്കുന്നവരെ, എന്നിട്ടും SLCക്കും +2-നൊക്കെ ഉയർന്ന മാർക്ക് മേടിച്ച കുട്ടി, ദളിത് കുട്ടി, അതിനൊക്കെയാണ് ഈ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിലെ ഓഡിയോയിൽ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു. അതായത് കോവിഡ് കാലഘട്ടത്തിൽ സ്വന്തം അച്ഛൻ ശ്വാസം മുട്ടി കോവിഡ് പിടിച്ച് കൊറോണ വൈറസ് പിടിച്ചിട്ട് ശ്വാസം മുട്ടി പടയുമ്പം, മുംബൈയിലാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി അപ്പുറത്തെ ഫ്ലാറ്റിലൊരു ഡോക്ടറുണ്ട്, അയാളടുത്ത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലുകളിലൊന്നും സംവിധാനം ഇല്ലാതിരുന്ന അവസ്ഥ ഒരുപാട് പേര് അങ്ങനെ പടഞ്ഞു മരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ശ്വാസോടസാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷണങ്ങളിലൊന്നായിട്ട് വരുന്നത്. അപ്പോൾ ആ മകൾ ചെന്നപ്പം ഇയാൾ ഡിമാൻഡ് വെക്കുകയാണ് അയാൾക്ക് വഴങ്ങി കൊടുക്കണം എന്നുള്ളത്. മനസ്സോടെ, മനസ്സ് കൊടുക്കാതെ ശരീരം സമർപ്പിക്കേണ്ടി വരികയാണ്. കാരണം ഇല്ലെങ്കിൽ അച്ഛൻ്റെ ജീവനാണ്. അച്ഛനോടെ കിടന്ന് പടയുക. അച്ഛൻ എത്രയും പെട്ടെന്ന് ഓക്സിജൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ അച്ഛൻ്റെ ജീവൻ അല്ലെങ്കിൽ സ്വന്തം മാനം. ആ സമയത്ത് മാനം ത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അച്ഛൻ്റെ ജീവനാണ് വലുത്. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടല്ല, അത് ദേശീയവൃത്തിയല്ല. അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുക. അതുതന്നെയാണ് ഈ പ്രശോഭ് വത്സനം ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പറ്റിയ ടീമാണ്. ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ സമാന സ്വഭാവക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക. പിഷാരുടെയും ഇവനെ ചേർത്ത് പിടിച്ച് കൊണ്ടു കിടക്കുന്ന വലങ്കിയായിട്ട്. എന്തൊക്കെ കഴിഞ്ഞ ദിവസം പറയാം, എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല, കണ്ടിട്ടുണ്ടാവുന്നു, കാണുന്നില്ല, കെട്ടിപ്പിടിച്ച് നിൽക്കുകയോ ഒരുമിച്ച് വർഷം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഷാഫി അവൻ്റെ തോളിൽ കൂടെ കൈയിട്ടിട്ട് ഇവൻ നിങ്ങൾക്കുള്ള ഭാവിയുടെ വരദാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിനെ ഈ ജയിൽവാസമൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന, ആലിംഗനം ചെയ്യുന്നത്, രണ്ടു പ്രാവശ്യം ആലിംഗനം ചെയ്യുന്ന വീഡിയോകളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഇതൊരു വലിയ ഒരു നെക്സസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവിശുദ്ധ ബന്ധം തന്നെയാണെന്നുള്ള സംശയമില്ല. ഞാൻ എന്തായാലും ഒരു ഓഡിയോ കേൾപ്പിക്കാം. ഇപ്പം നിങ്ങളെ എല്ലാം ഒന്നും കേൾപ്പിക്കാനും പറ്റില്ല. പ്രായപൂർത്തിയായവർ മാത്രം കേൾക്കുക. നിങ്ങളെ ഭാര്യയുടെയും ഭാര്യയുടെ ഒപ്പം ഇരുന്ന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാരൊപ്പം ഇരുന്ന് കേട്ടോ. മക്കളുടെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് കേൾക്കാതിരിക്കുക. ഞാൻ 2 ദിവസത്തിന് മുമ്പ് തന്നെ എത്തി. ശരി, പോയി ഒരു സെക്കൻഡേ. ജോലിയുടെ പ്ലാന് പോണം. അടുത്ത ആഴ്ച പോവും. 1-ാം തീയതി കയറാം. 1-ാം തീയതി മറ്റന്നാളാണ്. 1-ാം തീയതി മറ്റന്നാളാ ആണോ? നോക്കിട്ട് പറയാം. ഞാന് ഇന്ന് മിനിഞ്ഞാന്ന് എല്ലാം ഷെഡ്യൂൾഡ് തിരക്ക്, കൊടും തിരക്ക്. അതുകൊണ്ട് പിന്നെ വിളിക്കാണ്ടിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ടാവും. മാങ്ങാണ്ടി നിയമസഭയിലെ കന്നി പ്രസംഗത്തിൻ്റെ തലേന്നാണ് ഒരു അതിജീവിതയെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതും ഒരു റൈഡ് പോകുന്നതും, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് റൈഡ് പോകുന്നതും, ഒരു സ്ഥലത്ത് വെച്ച് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റൈഡ് പോകുന്നു, അവൻ തന്നെ വണ്ടി ഓടിക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ പാറശാല റൂട്ടിലേക്കാണ് പോകുന്നത്. ബാലരാമപുരം വഴി, അങ്ങനെ നെയ്യാറ്റിങ്കര വഴി അങ്ങനെ പോയത്. അങ്ങനെ ഇവർക്ക് ഇതിന് മാത്രമേ നേരമുള്ളൂ. പിറ്റേന്ന് നിയമസഭയിലെ കന്നി പ്രസംഗമാണ്. അതേപോലെ തന്നെയാണ് ഇവനും.
മുനിസിപ്പൽ കൗൺസിലറായപ്പോൾ ഇവന് തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക്. ഇവനും ഇനി ടെലിഗ്രാമിലൂടെയും ബാക്കിയുള്ള പിന്നെ ഗൂഗിൾ പേയിലൂടെയൊക്കെ ചാറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പഠിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരേ 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 ഹെഡ് മാഷാണല്ലോ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. ഹെഡ് മാഷ്ക്ക് ഇത് കണ്ട് ആസ്വദിക്കുന്നതില താല്പര്യം. ഹെഡ് മാഷ്ക്ക് വേണ്ടിയിട്ടാണ് പലരും വീഡിയോ ചിത്രീകരിക്കുന്നത്. വിളിക്കുന്നൊക്കെ വിളിച്ചതിന് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. അതില്ലേ പറ. ഇത് പീരിയഡ്സ് ആയിട്ടില്ല. അതില്ലേ ആയില്ല. ചേടാ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എനിക്ക് വീട്ടിൽ പോണതായിരുന്നു, വയ്യ. അപ്പോൾ പീരിയഡ്സ് ആയിട്ടില്ലല്ലോ, ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സീനാവെന്ന് വെച്ചിട്ടാണ് പോകാണ്ടിരിക്കണത്. നമ്മുടെ ഇതൊന്നും പൊട്ടിയില്ലല്ലോ. കാറിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പൊട്ടിയില്ലേ, എൻ്റെ ഉള്ളിലല്ലേ. കാറാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവനെല്ലാം കാറിൽ വെച്ചിട്ടാണ്. മറ്റൊരു താമസ സ്ഥലത്തേക്ക് അരച്ച് പിന്നെ അതിക്രമിച്ച് കയറില്ലായിരുന്നു. പിന്നെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോലെ കെണിപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇവൻ കാറിൽ വെച്ചിട്ടാണ്. ഇവൻ്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. ആലോചിച്ച് നോക്കണം. ഭാര്യയും 2 മക്കളും ഉണ്ട്. മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. ആ കുട്ടി 14 വയസ്സുണ്ട്. ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞപ്പം ഇപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുമല്ലോ, സാമൂഹിക മാധ്യമങ്ങൾ വഴി മുഴുവൻ പരക്കുമ്പോൾ. ആ കുട്ടിയൊക്കെ സമൂഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കുക? ആ കുട്ടി എങ്ങനെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? രാവിലെ വെള്ളയും വെള്ളം എടുത്തിട്ടങ്ങ് ഇറങ്ങും. അവൻ്റെ മീശയും മറ്റേതും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ പിന്നെ രാഹുലിനെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഭാവങ്ങളും ഒക്കെ കൂടി കാണുമ്പോൾ തന്നെ ഷാഫിലൊപ്പം നിൽക്കുമ്പോഴുള്ള ഭാവങ്ങളും കണ്ടാൽ തന്നെ അറിയാം പക്കാ ഫ്രോഡാണെന്നുള്ളത്. അത് പൊട്ടിയോ കവറ്? അല്ലേ, പൊട്ടിയതാ. എൻ്റെ ഉള്ളിലിരുന്നിട്ടല്ലേ പിന്നെ എടുത്തത്. എന്ത് ചെയ്യും? ഞാൻ അതിനൊരു മെഡിക്കൽ ഉപദേശം തേടിയിട്ടേ എന്നെ രാവിലെ വിളിക്കാം. ഞാൻ എന്റെ ഒരു പരിചയമുള്ള ഡോക്ടർ. ഹലോ, കേൾക്കണ്ടോ? കേക്കുന്നുണ്ട്. ഞാനേ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ടേ ഒരു മെഡിക്കൽ ഉപദേശം ചോദിച്ചിട്ടേ ഞാൻ രാവിലെ വിളിക്കാം. അതിന് എന്തിയാ ചോദിച്ചിട്ടേ വഴിയുണ്ടാവും. ഡോണ്ട് വറി. വഴിയുണ്ടാവും. ഡോണ്ട് വറി. ഹൂ കേഴ്സ്? കാരണം ഇത് സ്ഥിരം കലാപരിപാടിയാണ്. അപ്പോൾ ഇതിലൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ചെറിയ ഇഷ്യൂ ആണ്. ഇങ്ങനെ എത്രയോ എണ്ണം പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു, എത്രയോ എണ്ണം അബോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടില്ല. നിസ്സാരമായിട്ട് സാധാരണ മനുഷ്യൻ പതിരിപ്പോകുന്ന സാഹചര്യമാണ്. കുടുംബമായിട്ട് ജീവിക്കുന്നവനാ. ഡോണ്ട് വറി. എന്തെങ്കിലും വഴിയുണ്ടാവും. മെഡിക്കൽ ഉപദേശം തേടാം. കാരണം സ്ഥിരമായിട്ട് ഇതിനുള്ള പറ്റുന്ന പിന്നെ മെഡിക്കൽ വിദഗ്ധർ അവരുടെ കൂടെയുണ്ട്. ഇവർക്കെല്ലാം ഇവർക്ക് സ്വന്തമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് അതിന് ക്ലിനിക്ക് പിന്നെ തുടങ്ങാനുള്ള ഉള്ള ടീമുണ്ട് ഇവരെ കൂടെ. മറ്റൊന്നും പിന്നെ ആ പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവാത്തതുകൊണ്ട് ഹെഡ് മാസ്റ്റർക്ക് ഈ പ്രശ്നമില്ല. അതൊക്കെ കഴിഞ്ഞു. നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. എനിക്കുണ്ടല്ലോ. നല്ല ശീലമുണ്ട്. ഒന്നാമത് എണീക്കാൻ പോലും വയ്യ. ശ്രദ്ധിക്കാൻ പറഞ്ഞു. അയ്യോ, ഒരാഴ്ചയായി അങ്ങോട്ട് പോയിട്ട് വന്നപ്പം തൊട്ട് ഇങ്ങനെ ആയിരിക്കണത്. ഓക്കെ, ഞാൻ നാളെ ഒരു ഡോക്ടറോട് സംസാരിച്ചിട്ട് അതിനുള്ള എന്താണ് സാധനം നോക്കിയിട്ട് ഞാൻ പറയാം. ഡോണ്ട് വറി. വേറെ എന്തെങ്കിലും പ്രശ്നമാവോ? ഒന്നും ആവില്ല. കാരണം ഞാൻ എത്രയോ എണ്ണം ഇങ്ങനെ കലക്കി കളഞ്ഞിട്ടുണ്ട്. എത്രയോ പേരെ ഞാൻ കാറിൽ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയോ പേരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എത്രയോ പേരങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ആവില്ല. കാരണം അത് നോക്കാൻ പിന്നെ എനിക്ക് MP ആയിട്ടും MLA ആയിട്ടും ഒക്കെ നല്ല ബന്ധുവുണ്ട്. മെഡിക്കൽ ടീമും ഉണ്ട് സ്വന്തമായിട്ട്. ഇവനൊക്കെ ജനസേവകൻ. വോട്ട് ചെയ്താൽ നാട്ടുകാർക്ക് നാണല്ലോ എന്നുള്ളതാണ്. ഇവൻ്റെ കൂടെയൊക്കെ അയൽക്കൂട്ടെന്നും മറ്റേതെന്നൊക്കെ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പോയാൽ പിന്നെ വനിതാ പ്രവർത്തകരെ പിന്നെ വീടുകളിൽ ഇപ്പം ഭർത്താക്കന്മാർ പറയണ്ടാവും ഇനി മേലെ അവനും കൂടെ പോയേക്കുന്നത്, അല്ലെങ്കിൽ ആങ്ങളമാർ പറയണ്ടാവും
ഇതൊക്കെ എത്ര പേരെ ഇപ്പോൾ ഇവൻ്റെ കൂടെയൊക്കെ പ്രവർത്തനത്തിന് പോയ എത്ര പേരെ ഇവൻ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അവരും നാണക്കേട് പിന്നെ കാരണം പുറത്തു പറയില്ല. കാരണം ഇവന് MP ആയിട്ട് ബന്ധം, MLA ആയിട്ട് ബന്ധം, ഉയർന്ന സ്വാധീനങ്ങളുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇതാണ് ഡിമാൻഡ് ചെയ്യുക. ഡോണ്ട് വറി. നീ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ നീ ഒന്നും ആരും ഒന്നും അറിയില്ല, ബേജാറാക്കണ്ട നീ കൂടി. റൂമില് ചേച്ചി ഇല്ല. ചേച്ചി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് സീനായിട്ടുണ്ടാവും. ചേച്ചി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നാളെ വരും. അത് കുഴപ്പമില്ല, ഞാൻ രാവിലെ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് നിന്നെ വിളിക്കാം. നല്ല പേടിയാവുന്ന പ്രസവട്ടാ. ഒന്നിനും പേടിക്കണ്ടെന്ന്. പേടിയാവുന്ന പ്രക്ഷോഭാണെന്നുള്ള ഉറപ്പായല്ലോ. ഇനി ഇത് പ്രക്ഷോഭിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭ കേസ് കൊടുക്കട്ടെ. ഫോറൻസിക് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഈ തെളിവുകളെല്ലാം ഡിജിറ്റൽ രേഖകളെല്ലാം കൈമാറാൻ തയ്യാറാണ്. 1, 2 ഒന്നല്ല, ഒരുപാടുണ്ട്. അതൊരു തലയ്ക്ക് നിർത്തണം കൊടുക്കും. മനസ്സിലായോ? ഞാൻ ആവശ്യമുള്ളത് മാത്രം ഇന്നെടുത്ത് പിന്നെ ഒരു 2 എണ്ണം ഇവിടെ കേൾപ്പിച്ച് തരാമെന്ന് എഴുതിയിട്ട് 2 എണ്ണം മാത്രം ഇന്ന് വീണ്ടും ഫോണിലേക്ക് കയറ്റിട്ടേയും കൊണ്ടുവന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ഹാർഡ് ഡിസ്കിൽ സുരക്ഷിതമായിട്ടുണ്ട്. അതൊക്കെ നാളെ അതിനുള്ളൊരു മെഡിസിൻ ആയിട്ട് ഞാൻ റെഡി ആയിരിക്കും. അത് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ആവോ? അതൊന്നും ആവില്ല. ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് അത്ര ഏജ് ഇല്ലല്ലോ, ഞാൻ ചെറുതല്ലേ. എനിക്കത്ര ഏജില്ലല്ലോ, ഞാൻ ചെറുതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ പോത്തിൻ്റെ മകളാണുള്ള പ്രായമില്ലേ. ഇവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. ഞാൻ രാവിലെ വിളിക്കട്ടോ. ഇല്ല, അത്രയ്ക്കും ഏജ് ഇല്ലല്ലോ. ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും വേറൊന്നാവില്ല. ഞാനത് ഒരു നല്ലൊരു മെഡിക്കൽ ഉപദേശം നോക്കിയിട്ടേ വിളിക്കാം. വിളിക്കോ? നീ ഒന്ന് ഇങ്ങനെ പറയണ വിളിക്കാണ്ട് അങ്ങനെ പോകുന്നു വിചാരിച്ചു. അങ്ങനത്തെ ആളല്ല ഞാൻ കേട്ടാ. ഞാൻ ഒന്നുമില്ല, കുറച്ചു നേരത്തിൽ അല്ലെങ്കിൽ രാവിലെ വിളിക്കും കേട്ടാ. കഴിച്ചാ നീ? ഇല്ല, എന്താ നോക്കിട്ട് ഇപ്പൊ തന്നെ വിളിച്ച ഒരു സമാധാനാവും. ശരി, ഞാൻ വിളിക്കാം. ശരി. അവൻ്റെ എന്നുള്ള മോഡൽ തന്നെ കണ്ടില്ല. അതൊക്കെ നിസ്സാരം. ആ കുട്ടി പറയണ ഇപ്പം തന്നെ വിളിക്കുമോ, എനിക്ക് പേടിയാവുന്നു, ടെൻഷൻ ആവുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര കാര്യം, ഒന്നൊരു വിഷയമല്ല. ഇങ്ങനെ എത്രയോ എണ്ണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള പറ്റില്ല. ഞാൻ മറ്റേ ഇളമയെ തുടിച്ചിട്ട് മൂടായിട്ട് ഒരു സ്ഥലത്ത് ഒരു ബീർ വേണം പറഞ്ഞു ബീർ മേടിച്ചിരിക്കണം. അതെ, വീട്ടുകാര് ഒരു ഫംഗ്ഷന് പോയിരിക്കണേ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ അവൾ അവിടെ നിന്ന് ഇറങ്ങി എന്നെ വിളിച്ചു. അങ്ങോട്ട് പോകണ്ട എന്നെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഒരു ബീർ കുറച്ച് കുടിക്കാൻ പറഞ്ഞ വന്നു. കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാർ മൊത്തം ബിയറിൻ്റെ ആൾക്കാർ. അങ്ങനെയുണ്ട്, ഹോട്ടടിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പോയപ്പോൾ മറ്റന്മാരും അങ്ങനെ തന്നെയായിരുന്നു. റീൽസ് ഇടുകയെന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ MP MLA ബോർഡൊന്നുള്ള കാർ വിടാതെ അല്ലാതെയുള്ള വണ്ടിക്ക് ആളെ വിട്ടിട്ട്, കാരണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ വണ്ടി ബിവറേജിന് മുമ്പിൽ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ബാറിൽ നിന്ന് നല്ല തണുത്ത ബിയർ ബാറിൽ നിന്ന് ഇരുന്ന് മേടിപ്പിക്കലുണ്ടായിരുന്നു. റോസ് ബാറിൽ നിന്നൊക്കെ ഇരുന്ന് മേടിപ്പിക്കലുണ്ടായിരുന്നു, റോസിന്ന് ഉർവശി എന്നൊക്കെ. ബിയർ മേടിച്ച് അടിക്കുക, എന്നിട്ട് റീൽസ് ഇടുക. ഇതായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം എത്ര മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ ഓട്ടോ അടിക്കും, ബിയറും അടിക്കും, ഏത് വൈനും അടിക്കും, ഒക്കെ അടിക്കും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ. ഇപ്പം അടിക്കുന്നില്ല എന്നേ ഉള്ളൂ. നാളെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, നാളെ നേരം വിളിക്കുമ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടിക്കും. ഞാനിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ നാളെ രാവിലെയാണ് തയ്യാറ് ചെയ്യുക. ഇന്നിപ്പം പിന്നെ
പിന്നെ 29 തീയതി രാത്രിയാണ്. നാളെ രാവിലെ ഏറിയുള്ളൂ. കാരണം ഈ സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു പോയി. നാളെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, നാളെ തിങ്കളാഴ്ച എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകും. പക്ഷെ ഞാൻ ഇവരെ മാറി ഈ വേറെ ആരെയും പറഞ്ഞേക്കുക രഹസ്യമായിട്ട് പിന്നെ ഞാൻ മറച്ചു വയ്ക്കുകയൊന്നും ചെയ്യില്ല. മറ്റന്മാർ രണ്ടുപേരും ഇപ്പോൾ ഇവനും ബിയറിൻ്റെ ആളാണ്. ഇവർ മൊത്തം ബിയറിൻ്റെ ടീമാകും. അങ്ങനെ കാര്യമുണ്ട്. ഹോട്ടടിക്കില്ല എന്തായാലും. അങ്ങനത്തെ ഒരു സ്വഭാവമില്ല, ദുസ്വഭാവങ്ങളൊന്നുമില്ല. ഇനി വേറെ വല്ല എം ഡി എം ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉള്ളിൽ പോയോ എന്നൊരു സംശയമുണ്ട്. കവറിട്ടല്ലേ പിന്നെന്താ? എന്നാലും കവര് ഇതായില്ലേ, ഉള്ളിൽ തന്നെ ഇരുന്നൂല്ലേ? അത് കവറാണ് ഉള്ളിൽ ടൈറ്റ് ആയിട്ട്. എന്തോ പോലെ ഉണ്ട് എനിക്ക്, ഉള്ളിൽ പോയ പോലെ. ആണോ? ആളൊരു ഐപ്പില് കഴിക്കണോ? അത് എന്ന് വെച്ചാ ഐപ്പിൽ നിന്നൊരു ഗുളികയുണ്ട്. ഇപ്പൊ ആ കുട്ടിക്ക് ഐപ്പില്ലും ബീപ്പില്ലും ഒന്നും അറിയില്ല. ഇവനത് സ്ഥിരം പരിപാടിയാണ്. ഏത് ഗുളിക കഴിക്കണം, എങ്ങനെയൊക്കെയാണ്, അപ്പോട്ടായി കഴിഞ്ഞ് ഇത്ര സമയത്തിനാണെങ്കിൽ ഏത് ഗുളിക കഴിക്കണം, വിത്തിൻ 72 hours ഏത് ടാബ്ലറ്റ് കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നീട് പീരിയഡ്സ് ടൈമിനായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് റെഗുലർ ആകുമ്പോൾ പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഏത് ഗുളിക കഴിക്കണം, പിന്നെ മറ്റൊന്ന് പിന്നെ 3 മാസമായതിന് എന്ത് മരുന്ന് കഴിക്കണം, ഒക്കെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെയൊക്കെ ശാരീരിക വിഷമങ്ങൾ മറ്റുള്ള പെൺകുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2-3 മാസമൊക്കെ ആയിട്ടുള്ള പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോർട്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുണ്ടാവും. അത് ആലോചിച്ച് നോക്കണം. അത് ഒരു ഡോക്ടർ അസിസ്റ്റൻസ് ഇല്ലാതെ അങ്ങനെ ചെയ്യിപ്പിച്ച കുറേ ഉണ്ട്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അതിന് വിധേയരായവരുണ്ട്, അങ്ങനെ ചെയ്യിപ്പിച്ചവർ. അവരിന്ന് പേരിപ്പോൾ നമ്മൾ പറയുന്നില്ല. അവർ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല. അവരൊക്കെ പിന്നെ പറയുന്ന സെറ്റിൽ ബോക്സ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, വരട്ടെ. ഇപ്പം പിന്നെ 3ാമത്തെ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ അതിജീവിതയും 3ാമത്തെ അതിജീവിതയും ഒരു ആത്മഹത്യയുടെ വക്കി കൂടി കടന്നു പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1ാമത്തെ അതിജീവിതയും ഡിപ്രഷനിൽ ഉണ്ടെങ്കിലും അതിനെ അഭിനയിച്ച് മറികടക്കുകയാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റുന്ന വിവരങ്ങൾ. ഗുളികയാണോ? ഗുളിക പിന്നെ കഴിച്ചിട്ട് അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവൂലേ? ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാൻ ഗുളികയെ കഴിക്കൂല. ഐപ്പിൽ പറഞ്ഞൊരു ഗുളികയാണിത്. പക്ഷേ എന്റെ അറിവില് പുറത്താണ് ഞാൻ പോയത്. കവറ് പുറത്തെടുത്തൂലോ. അതങ്ങനെ ആവാനുള്ള വഴിയില്ല. അന്നൊക്കെ ആണെങ്കിൽ പിന്നെയും നോക്കാം. പക്ഷെ ഇന്നൊക്കെ ഒരു വഴിയുമില്ല. ഇല്ല, എനിക്ക് ഒരു എന്തോ പോലെ ഉണ്ട്, ഉള്ളിൽ പോയോന്നൊരു. അതതിന്റെ ഒരു ലൂബ്രിക്കേഷൻ ഇല്ലേ കവറിന്റെ കോട്ടത്തിന്റെ, അതുകൊണ്ട് തോന്നുമായിരിക്കും. നാളെ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നാളെ ഒരു ഐപ്പിൽ ഗുളിക മേടിച്ചാൽ ഞാന്. ശരി, അരെന്തെങ്കിലും ആവുമോ? കുട്ടിക്ക് അറിയാനാവുന്നുണ്ട്. അപ്പം നമ്മളത് ഒഴിവാക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി വിഷമാവും. ഞാൻ പറഞ്ഞത് രണ്ട് സംഭാഷണത്തിൻ്റെയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ലെവലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ഉണ്ട്. അതൊക്കെ പിന്നെ കൃത്യമായിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തുണ്ട്. വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പോയിട്ട് തൂങ്ങിച്ചേക്കുക നല്ലത്. അവൻ്റെ ഈ വോയിസൊക്കെ അവൻ നിഷേധിക്കട്ടെ, അവൻ്റെതല്ലാന്ന്. അവനെനിക്കെതിരെ പരാതി കൊടുക്കട്ടെ. രാജൻ ജോസഫ് എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു, കൃത്രിമമായി ഓഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തട്ടെ. പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കട്ടെ. then I will submit. ഇടയ്ക്ക് വെച്ചിട്ട് പരിപാടിക്ക് നിർത്തിയതാ. പിന്നെയും ഷാഫിയുടെ മങ്ങാണ്ടിയുടെ ഫാൻസ് ഇരുന്നിട്ട് ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനടി വന്നിട്ട് ചൊറിയാൻ നിൽക്കും, വായിൽ കൈയിട്ട് കടുപ്പിക്കാൻ നിൽക്കും. നമ്മളെന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നിരുന്നുണ്ടോ? ഒരു പന്നീനെ അതിനെ കൊണ്ട് വധഭീഷണി. ഇവന്മാർ കൊല്ലാനല്ലേ പറ്റുള്ളൂ, തോപ്പിക്കാൻ പറ്റില്ല, പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അതൊരു യാതൊരു സംശയമില്ല. അതിനിപ്പോൾ ഏത് ഷാഫി അല്ല, ഷാഫിൻ്റെ വല്യാപ്പ വിചാരിച്ചാലും തോപ്പിക്കാൻ പറ്റില്ല. ഷാഫി ബിഗെയിൻ ദ കർട്ടനാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഷാഫിയുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് നമ്മൾ വലിച്ചു കയറിക്കൊണ്ടേയിരിക്കും. ഇനി ഷാഫിയാണ് ഈ കളിയുടെ എല്ലാം പിന്നിലുള്ളത്. തോന്നിയാസം കാണിക്കുക, എന്നിട്ട് മറ്റവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക, അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താൻ നോക്കുക, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുക. അതൊക്കെ കയ്യിൽ നവച്ചാൽ മതി.
ജീവിക്കുന്നത് പിന്നെ ഒരു ദിവസമാണെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ അഭിമാനബോധത്തോടെ നിലപാടുകൾ പണയം വെക്കാതെ ജീവിക്കുക എന്നുള്ളത് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പീഡിപ്പിക്കലൊക്കെ വേറെ എവിടെയും കൊണ്ടേ വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒരു സാമ്പിളാണ്. ഈ ഓഡിയോ പാലക്കാട് അവൻ്റെ ഡിവിഷനകത്ത് മൊത്തം പ്രചരിപ്പിക്കണം എന്നുള്ളത് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്. ആ മുനിസിപ്പാലിറ്റിനെ മൊത്തം പ്രചരിപ്പിക്കണം. ഇവൻ്റെ കൂടെയൊക്കെ നടന്നവരിന് തലയെ മൂടിയിട്ട് നടക്കുക നല്ലത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. ഇവർ മൊത്തം എല്ലാം ഈ പെണ്ണുപിടിയന്മാർ മുഴുവൻ ഒരൊറ്റ ഗാങ്ങായിട്ട് പാലക്കാട്ടുകാരോട് ഇപ്പോൾ ഏതെങ്കിലും പാലക്കാട് മണ്ഡലത്തിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ വീടെന്ന് ചോദിച്ചാൽ പാലക്കാടെന്ന് പറയില്ല. അവർ പറയും പിന്നെ മലമ്പുഴയാണ്, കോങ്ങാടാണ്, നെന്മാറയാണ്, ഷൊർണൂരാണ്, പട്ടാമ്പിയാണ്, മണ്ണാർക്കാടാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലം മാറ്റി പറയും. കരിമ്പയാണ്, തച്ചമ്പാറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പാലക്കാട് എന്ന് പറയേയില്ല. ഏറ്റവും കുറഞ്ഞത് ഒലവക്കോടാണെന്നെങ്കിലും മണ്ഡലത്തിനുള്ളിലുള്ളതാണെന്ന് തന്നെ പറയില്ല. നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണാലോചന പോലും പാലക്കാട് എന്നുള്ളതാണെന്ന് പറഞ്ഞാൽ വേണ്ടെന്നാണ് പറയണേ. പണ്ട് അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് എത്തി. കുട്ടി എവിടെ നിന്നാണ്? പാലക്കാട് നിന്ന് വേണ്ട, അത് വേണ്ടെന്നുള്ള അവസ്ഥയാണ്. പാലക്കാടുള്ളവർ മുഴുവൻ അവരുടെ ഈ പിന്നെ വെർജിനിറ്റി തെളിയിക്കേണ്ടുന്ന ഒരു ഗതികേട്ടിലേക്ക് ഈ പരനാറികൾ കാരണം എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു നാടിനെ അപമാനിക്കുക ചെയ്ത്. അതിൻ്റെ കൂട്ടത്തിലാണ് പിഷാരടി. ഇവൻ്റെ കൂടെ ചായ കുടിക്കുന്നു, അവൻ്റെ കൂടെ ചോറ് കഴിക്കുന്നു, അവൻ്റെ കൂടെ തോളിപ്പിടിച്ച് നിൽക്കുന്നു, അവൻ്റെ കൂടെ നടക്കുന്നു. എന്നിട്ട് എനിക്കറിയില്ല. അതൊക്കെ സ്റ്റേജ് ഷോയിൽ മതി പിഷാരടി. അഭിനയമൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. നാട്ടുകാർക്ക് ബോധമുണ്ട്. ഞാൻ പറയുന്നു, അവിടെ ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ NMR റസാഖ് എന്ന് പറയുന്നത് നല്ല മനുഷ്യൻ, അയാൾ ജയിക്കും. മറ്റേ ആൾ ശോഭാ സുരേന്ദ്രനായാലും NMR റസാഖ് ആണെങ്കിലും ഏതെങ്കിലും സ്വാതന്ത്ര്യം ജയിച്ചാലും ശരി, പിഷാരടിയൊക്കെ പോലെയുള്ള ആളുകൾ, ഇമാതിരി ക്രിമിനൽ സംഘങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അവരുടെ വിശ്വസ്തരായിട്ട് വരുന്ന ആളുകൾ, അവരൊന്ന് നിയമസഭ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അപമാനം, കേരള നിയമസഭയ്ക്ക് അപമാനമാണെന്നുള്ള ബന്ധങ്ങളുണ്ടായിക്കോ നിങ്ങൾക്ക്. ഒന്നുകിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ സംരക്ഷിക്കണം. ഈ കുട്ടികളെ കൊല്ല പരിപാടി മൊത്തം, കുഞ്ഞുങ്ങളെ കൊല്ലുക. ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ, വന്ധ്യത കാരണം കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. അവർക്ക് കേൾക്കുമ്പോൾ സങ്കടമാവില്ലേ? ഇപ്പന്മാർക്ക് ഇതൊരു വിനോദമാണ്. കാണുന്നിടത്തെല്ലാം കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇതിനുള്ള സാധനമാണ്. 1-2 കേസാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സ്ഥിരം കലാപരിപാടിയായിട്ട് മാറിയിരിക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട് പോത്തിന്, അതിൻ്റെ മുനിസിപ്പൽ കൗൺസിലർ. ബിയർ അടിച്ചാൽ എങ്ങനെ സംഭവിക്കും? അവന്മാരെല്ലാം ബിയർ മാത്രമേ അടിക്കുള്ളൂ എന്ന് എൻ്റെ ഇതുവരെയുള്ള അറിവ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 22 മിനിറ്റായി. ബാക്കി കലാപരിപാടികൾ അവരിന്നെ തുടങ്ങുന്നതിനനുസരിച്ച്, എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതനുസരിച്ച് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ടുകൊണ്ടിരിക്കും. അവർ നിർത്തിയാൽ ഞാൻ 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഇവിടെ വെച്ച് വെട്ടി നിർത്തണമെങ്കിൽ നിർത്താം, തുടരണം എന്നുണ്ടെങ്കിൽ തുടരാം എന്ന് ഞാൻ പറഞ്ഞതാണ്. രാഹുലിനോട് ഷാഫിയോട് ഇപ്പോഴും ഞാൻ പറയുക, പന്നീനൈനാനെ അവരെ ഇവരെയൊക്കെ വെച്ചിട്ട് കണ്ട ഈ പണ്ട് മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുമ്പിൽ എടുത്തിട്ട് യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കണ്ട അവന്മാരെ വെച്ചിട്ടൊന്നും കളിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് രണ്ടിനും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. നിങ്ങൾ പിന്നെ പുറകിൽ നിന്ന് കളിക്കാതിരിക്കും. ഗുണ്ടകളെ വെച്ചിട്ടും ബാക്കിയുള്ള സൈബർ ഗുണ്ടകളെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പറ്റുന്ന ഒരിടത്ത് ചില വിളിച്ചാൽ മതി. എൻ്റെ അടുത്ത് വേണ്ട, എനിക്ക് കിട്ടില്ല. ഓക്കെ, നിർഭയമായി തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ പ്രതാപികളാണെന്നറിയാം, എന്നാൽ തന്നെ എന്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കണേ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമേ.